ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുംബൈയിൽ അലീനയുടെയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഹരിശങ്കർ ശരണ്യം കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് വരികയാണ്. അതിനുശേഷം വെള്ളത്തിൽ പൊടി കലക്കി കുടിക്കുന്ന ശരണ്യ മുറിയിൽ കയറുമ്പോൾ തന്നെ വല്ലാതെ ബോധം കിടുകയാണ്. അങ്ങനെ ഹരി താങ്ങിയെടുത്ത് റൂമിലോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് തന്നെ ഹരിയും ഫ്രണ്ട്സും അവളെ ഉപദ്രവിക്കുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് ബിയർ വാരി കുടിക്കുന്ന രോഹിത്തിന് ഒരു ബോധമില്ലാതാണ് അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് തിരിച്ച് കടപ്പാട്ടൂർ വീട്ടിലോട്ട് വരുന്നത്. വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ തന്നെ രോഹിത്തിനെ കാണുന്ന എനിക്ക് വളരെയധികം വിഷമം തോന്നുന്നു. ഒരു ബോധമില്ലാതെ വണ്ടി കൊണ്ട് ഒതുക്കി വെച്ചിട്ടാണ് രോഹിത് റൂമിലോട്ട് കയറി വരുന്നത്. അപ്പോഴത്തേക്ക് കൃഷ്ണ ചോദിക്കുന്നു, രോഹിതേട്ടൻ ഇന്നും മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ ഇന്നും മദ്യപിച്ചിട്ടുണ്ട്, മുമ്പ് അച്ഛൻ പറഞ്ഞതല്ലേ മദ്യപിക്കരുതെന്ന്, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും. എന്നെ കൂടുതൽ ആരും ഉപദേശിക്കാൻ വരണ്ടെന്നൊക്കെ കൃഷ്ണയോട് രോഹിത് ദേഷ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന അലീനയ്ക്ക് വളരെയധികം വിഷമം കൊണ്ട് അലീന ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, എന്തിനാ രോഹിത്തെ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നീ രാവിലെ കോളേജിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയിട്ട് കോളേജിലും പോയില്ല, അമ്മയെ കാണാനും ഹോസ്പിറ്റലിലോട്ട് പോയിട്ടില്ല, പിന്നെ ഇത്രയും നേരം നീ എവിടെ ആയിരുന്നു ചോദിക്കും. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നീ ആരാടി? വീട്ടുവേലക്കാരുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ട കാര്യമൊന്നും എനിക്കില്ലെന്ന് പറയും. അജയ്ക്ക് രോഹിത്തെ നിന്നെ വഴിതെറ്റിക്കുന്നത് ആ ഹരിയായിട്ടുള്ള കൂട്ടുസെറ്റ് നിനക്ക് ഒരിക്കലും നല്ലത് ചെയ്യത്തില്ലെന്ന് പറയും. എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയോട് ദേഷ്യം പെടുത്തുണ്ട്. എന്നോട് രോഹിത് ദേഷ്യപ്പെട്ടു, പക്ഷേ ഞാൻ പറയുന്നത് രോഹിത് അനുസരിക്കണമെന്ന് പറയും. നിന്നെ അനുസരിക്കേണ്ട കാര്യം എനിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് രോഹിത് റൂമിലോട്ട് കയറി പോകുന്നുണ്ട്. കയറുന്നതും കണ്ണാടിയിലോട്ട് നോക്കി നിൽക്കുന്ന രോഹിത്തിൻ്റെ മനസ്സ് നിറയെ ശരണ്യയുടെ മുഖമാണ് ഇങ്ങനെ മിന്നിമാറിക്കൊണ്ടിരിക്കുന്നത്. ശരണ്യം കൂട്ടിക്കൊണ്ട് ഹരി കാറി വരുന്നതും മയങ്ങി ഹരിയുടെ തോളിൽ വീഴുന്നതും ബോധം പോയ ആ ശരണ്യയോട് ഹരിയും കൂട്ടുകാരും ചെയ്തു കൂട്ടിയ ആ ഒരു വൈകൃതങ്ങളൊക്കെയാണ് രോഹിത്തിൻ്റെ മനസ്സ് മുഴുവൻ. രോഹിത്തിൻ്റെ മനസ്സിൻ്റെ സമനില തന്നെ അങ്ങ് തെറ്റിപ്പോവുകയാണ്. എന്ത് ചെയ്യുന്നെന്ന് പ്രവർത്തിക്കുന്നൊന്നും രോഹിതിന് അറിയത്തില്ല. വല്ലാതെ ഭയങ്കരമായ ഒരു മാനസിക സംഘർഷത്തിലാണ് രോഹിത് കടന്നു പോകുന്നത്. മുറിക്കകത്തൊരുമാതിരി വല്ലാതെ ഭയന്നും പേടിച്ചുമൊക്കെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് രോഹിത്തിനെ കാണുന്നത്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. ബാലേന്ദ്രൻ വന്ന പാടെ ചോദിക്കും, മോളെ സംശയം ശരിയായിരുന്നു, അവൻ വൈജയെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല, അവൻ കോളേജിന് പോയിട്ടില്ല, പിന്നെ അവൻ ഇവിടെ പോയെന്ന് ചോദിക്കും. അപ്പം കൃഷ്ണ വന്നിട്ട് പറയും, രോഹിതേട്ടൻ ഇവിടെ വന്നെന്ന് പറയും. ഇത്ര പെട്ടെന്ന് അവൻ വന്നു എന്ന് ചോദിക്കും. നല്ല കോലത്തിലാണ് രോഹിതേട്ടൻ വന്ന് കയറിയെന്ന് പറയും. ഇന്ന് മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയും. മദ്യപിച്ചിട്ടോ? അതാ വെച്ചാൽ ആ കൊല്ലപ്പള്ളിയിലെ ഹരിയ രോഹിത്തിനെ ഇങ്ങനെ ചീത്തയാക്കുന്നത്, വേണ്ടാത്ത ശീലങ്ങളൊക്കെ അവനെ പഠിപ്പിക്കുന്നത്, അവനോടുള്ള കൂട്ടുസെറ്റ് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് പറയും. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി ബോധം തിരിച്ച് കിട്ടുന്ന ശരണ്യ ഏതവസ്ഥയിലാണ് എഴുന്നേക്കുന്നത് നമുക്കറിയത്തില്ല. അതിൻ്റെ പേരിലുണ്ടാകുന്ന കേസിനും കൂട്ടത്തിലുമൊക്കെ രോഹിത്തിനെയും കൂടി ഹരിശങ്കർ ഉൾപ്പെടുത്തും. അപ്പം അലീനയ്ക്ക് സ്വന്തം സഹോദരനെ രക്ഷിക്കാൻ കഴിയുമോ, ബാലചന്ദ്രൻ ഈ കേസിൽ ഇടപെടുമോ എന്നൊക്കെയുള്ളതിൻ്റെ വരും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.